സമൂഹ വിവാഹ ചടങ്ങിന് കാർമ്മികത്വവും നേതൃത്വവും നൽകാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിതാ സ്വലാത്തുൽ ഫാത്തിഹിന്റെ സമൂഹ വിവാഹത്തിന്റെ മജ്‌ലിസിലേക്ക് ഇതുവഴി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വഴിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറി മജ്‌ലിസിലേക്ക് നീങ്ങണമെന്ന് അറിയിക്കുകയാണ്. വൈവാഹിക ജീവിതം സ്വപ്നം പോലും കാണാൻ കഴിയാത്ത നിരവധി കുടുംബങ്ങളിലെ അനാഥകളും അഗതികളുമായ പെൺകുട്ടികൾക്ക് ജാതിമത ചിന്തകൾക്ക് പുറം ജീവിത സ്വപ്നം സാക്ഷാത്കരിച്ചു നൽകിയ മനുഷ്യ സ്നേഹിയായ കാരുണ്യത്തിന്റെ നിറകുടമായ സയ്യിദ് ഹാമിദ് ആറ്റുകോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോഴിതാ വീണ്ടും 19 കുടുംബങ്ങളിൽ കൂടി സന്തോഷത്തിന്റെ മാരുവില്ല് ചാർത്തി മറ്റൊരു സമൂഹ വിവാഹത്തിന് കൂടി വേദിയിലേക്കൊണ്ട് ഈ കല്യാണ പന്തലിലേക്ക്, ഈ ആത്മീയ മജ്‌ലിസിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകളിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും മജ്‌ലിസിലേക്ക് നീങ്ങണമെന്ന് അറിയിക്കുകയാണ്. സ്നേഹാരങ്ങൾ കുറിച്ച സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതത്തിന്റെ മനോഭാവിയിലേക്ക് പ്രവേശിക്കുന്ന തങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരിക്കലും സംഘടിപ്പിക്കുന്ന 19 വധൂവരന്മാരുടെ സമൂഹ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കാൻ തന്റെ മുത്തുമണികളായ മുഖങ്ങളുടെ അകമ്പടിയോടുകൂടി ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾ മജ്‌ലിസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനോടും അവന്റെ ഹബീബിനോടുമുള്ള അടങ്ങാത്ത പ്രണയാവേശത്താൽ ഒരു മഹാസാഗരം പോലെ പരന്നൊടുങ്ങുന്ന ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് മലയാളക്കരയുടെ നാനാദിക്കുകളിൽ നിന്ന് ഇന്നലെ മുതൽ ഇവിടെ എത്തിച്ചേർന്ന 10,000ങ്ങളുടെ ആശീർവാദങ്ങളും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിത സ്വപ്നങ്ങളുടെ സന്തോഷത്തിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്ന 8 ഇതര മത സുഹൃത്തുക്കളിൽപ്പെട്ട സഹോദരിമാർക്ക് കൂടി ജാതിമത വ്യത്യാസമില്ലാതെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷ മുഹൂർത്തങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ ആത്മീയ നായകൻ പാവങ്ങളുടെ അത്താണിയായ സയ്യിദ് ഹാമിദ് ആറ്റുകോയ തങ്ങൾ മേലെ കൊടുക്കാതെ ഇതാ ഈ സമൂഹ വിവാഹത്തിന്റെയും ആത്മീയ മജ്‌ലിസിന്റെയും വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആയിരക്കണക്കിന് വരുന്ന അതിഥികൾക്കും അനാഥ മക്കൾക്കും താങ്ങും തണലുമായി നിരവധി കുടുംബങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷ സാഫല്യമേകി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അളവറ്റ കാരുണ്യ പ്രവർത്തനങ്ങളാൽ ജനമനസ്സുകൾ കീഴടക്കുന്ന കുടുംബത്തിന്റെ സ്നേഹനായകൻ അഖിലബൈത്തിന്റെ സുഹൃത്ത് സാന്നിധ്യം കൊണ്ട് മലയാളക്കരയിൽ ജനലക്ഷങ്ങൾക്ക് അത്താണിയായി മാറിയ അഭയ കേന്ദ്രമായി മാറിയ ആത്മീയാനുഭൂതി പകർന്നു നൽകുന്ന ആദരണീയനായ സയ്യിദ് ഹാമിദ് ആറ്റുകോയ തങ്ങളിത നിരവധി സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും നാട്ടുപ്രമുഖരുടെയും അകമ്പടിയോടുകൂടി നൂറുകണക്കിന് വരുന്ന വിശ്വാസി സുഹൃത്തുക്കളുടെ അകമ്പടിയോടുകൂടി ഈ മാസാന്ത മജ്‌ലിസിലേക്ക് ഇതര മത സമുദായത്തിൽപ്പെട്ട 8 യുവതികളുടെയും 12 മുസ്ലിം യുവതികളുടെയും വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന സമൂഹ വിവാഹത്തിന്റെ ചടങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര കള്ളപ്രചരണങ്ങൾ കൊണ്ട് തകർക്കാൻ ആര് തന്നെ ശ്രമിച്ചാലും എതിരാളികളുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം തന്റെ മുഖ്യങ്ങളായ കൂടപ്പിറപ്പികളുടെ സ്നേഹാദരവ് കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തന്റെ ആത്മീയ വഴികളിലൂടെ ഒരു പോറല് പോലും ഏൽക്കാതെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ആത്മീയ നായകനായി വിരാജിക്കുന്ന സയ്യിദ് ഹാമിദ് ആറ്റുകോയ തങ്ങളെ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും തകർക്കാനോ തളർത്താനോ കഴിയില്ലെന്ന് നിരവധി തവണ തെളിയിച്ച പ്രിയപ്പെട്ട സയ്യിദ് അവറുകൾ ഇതാ സമൂഹ വിവാഹത്തിന് നേതൃത്വം നൽകാൻ ഈ ആത്മീയ മജ്‌ലിസിന്റെ പുണ്യതീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിർദ്ധന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് ജാതിമത ചിന്തകൾക്ക് പുറം ജീവിത സ്വപ്നം സാക്ഷാത്കരിച്ചു നൽകാൻ കാരുണ്യത്തിന്റെ നിറകുടമായ മനുഷ്യ സ്നേഹിയായ സയ്യിദ് ഹാമിദ് ആറ്റുകോയ തങ്ങൾ സ്നേഹാരവങ്ങൾ കുടിച്ച് സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതത്തിന്റെ മലർവാണിയിലേക്ക് പ്രവേശിക്കുന്ന സഹോദര സമുദായത്തിലെ 8 യുവതികൾ ഉൾപ്പെടെ 19 സഹോദരിമാർക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കാൻ തന്റെ മുത്തുമണികളായ മുഹബ്ബീങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ വിവാഹ സദസ്സിന് നേതൃത്വം നൽകാൻ സയ്യിദ് അവറുകളിതാ ഈ വഴിത്താരിലൂടെ ഈ മജ്‌ലിസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഈ മജ്‌ലിസിലേക്ക് കേരളത്തിന്റെ നിരവധി പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന 10,000കണക്കിന് വരുന്ന വിശ്വാസി സുഹൃത്തുക്കളുടെ ആത്മീയ മജ്‌ലിസിന് നേതൃത്വം നൽകാൻ
കാണാൻ, അവരുടെ പ്രാർത്ഥനകൾക്ക് പടച്ചറമ്പിനോട് കാണാൻ ഈ മജ്‌ലിസിലേക്ക് സയ്യിദ് അവറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനോടും അവന്റെ ഹബീബിനോടുമുള്ള അടങ്ങാത്ത പ്രണയാവേശത്താൽ ഒരു മഹാസാഗരം പോലെ പരന്നൊഴുകുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് എത്തിച്ചേർന്ന ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് മലയാളക്കരയുടെ നാനാദിക്കുകളിൽ നിന്ന് വിളിപ്പിച്ചേർന്ന പതിനായിരങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നദികളിലൂടെ ജീവിത സ്വപ്നങ്ങളുടെ സന്തോഷത്തിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 19 യുവതികൾക്ക് കുടുംബജീവിതം സമ്മാനിക്കുന്ന ഈ ചരിത്ര നിമിഷത്തിന് നേതൃത്വം നൽകാൻ നമ്മുടെ ആത്മീയ നായകൻ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളിക ഈ മജ്‌ലിസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അനാഥത്വത്തിന്റെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിലൂടെ വളർന്നു വന്ന് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് മുമ്പിൽ തളരാതെയും തകരാതെയും ക്ഷമയോടെ ജീവിച്ച് മാനവ ഹൃദയങ്ങളിലേക്ക് സമാധാനവും സമാശ്വാസവും പകർന്നു നൽകിയ മലയാളക്കരയുടെ പ്രിയപ്പെട്ട സയ്യിദ് അവറുകൾ ജഗന്നിയന്താമായ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരു സംഘടനയും പിൻബലമില്ലാതെ, അള്ളാഹുവല്ലാതെ മറ്റൊരു ശക്തിയുടെയും സഹായമില്ലാതെ എല്ലാം നാഥന്റെ സമൂഹത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് തന്റെ ഉപ്പാപ്പയായ ഉന്നതയുടെ ചാരത്തേക്ക് ദിനംപ്രതി ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ മദീന മുനവ്വറയിലേക്ക് സമർപ്പിക്കാൻ കാരണക്കാരനായ സയ്യിദ് അവറുകൾ ആയിരക്കണക്കിന് അഗതികൾക്കും അനാഥകൾക്കും താങ്ങും തണലുമായി നിരവധി കുടുംബങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷ സാഫല്യമേകിയ ജീവകാരുണ്യ പ്രവർത്തന വഴികളിൽ അളവറ്റ കാരുണ്യ പ്രവർത്തനങ്ങളായി ജനമനസ്സുകളിൽ കീഴടക്കിയ നൂറെ ഹബീബി കുടുംബത്തിന്റെ സ്നേഹനായകൻ അഖില ബൈത്തിന്റെ സുഹൃത സേവനങ്ങളിലെ ജനലക്ഷങ്ങൾക്ക് നമ്മുടെ സദസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് 19ഓളം പെൺകുട്ടികളെ പുനർജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ. 120ഓളം കുട്ടികളെ ഒരു മാസത്തെ അവരുടെ ചെലവ് 10,000 5,000 ഒക്കെ നൽകിയിട്ട് ഇൻഷാ അല്ലാഹ് അവരെ സന്തോഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എത്രയോ എത്തിയമക്കൾക്ക് 17ഓളം എത്തിയമക്കൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകളുടെ ഒരു ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ സാഹിബ് കണ്ടലിനെ അവറുകൾ പ്രൗഢമായ സദസ്സിലേക്ക് കയറി വരികയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് കൂടെ അല്ലാഹു തആല ഇനിയും ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു അവസരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സമൂഹ വിവാഹ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ സ്റ്റേജിന്റെ മുൻഭാഗത്തായി മണവാളന്മാർ അവരുടെ ഒപ്പമുള്ള ആളുകൾക്കൊക്കെ വിളിച്ചിട്ടിരിക്കുന്ന സീറ്റിൽ ദയവ് ചെയ്ത് അനുകരിക്കരുത്. സമയബന്ധിതമായിട്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും പരിപാടിയുമായി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. വേദിയിൽ ഒരുപാട് പണ്ഡിതന്മാര് സജീവന്മാര് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്.
എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സലാത്തുൽ ഫാത്തിഹ മജ്‌ലിസിലേക്ക് പ്രവേശിക്കണം. അതിന് മുന്നോടിയായി നൂറെ ഹബീബെ ആത്മീയ കുടുംബത്തിന്റെ മുഖ്യമന്ത്രികളായ മലയാളത്തിലെയും വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസി സുഹൃത്തുക്കളുടെ സഹകരണത്തോടുകൂടി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിസ്തുലമായ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് മലയാളത്തിലയുടെ രാഷ്ട്രീയ കേന്ദ്രവും അഭയ കേന്ദ്രവും ഒക്കെയായി മാറിയ പാവപ്പെട്ടവരുടെ പ്രത്യേകിച്ചും യതീം മക്കളുടെ അഗതികളുടെ അനാഥകളുടെ സംരക്ഷകരായി മാറിയ സൈനികവറുകൾ നേതൃത്വം നൽകുന്ന സമൂഹ വിവാഹ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ മക്കളും സന്തോഷമായിരിക്കും. എന്താ ഒരു മാസം വീട്ടിൽ പോയിരിക്കാം, ഞാനും ഇല്ല അനുജമാനും എന്താ ഞങ്ങളെ കൊണ്ടുപോകാൻ ആരുമില്ല, ഞങ്ങൾ കൊടുക്കാൻ പോവുക. ഞങ്ങൾ കഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് അറിയാത്തതിന്റെ വില. ഞാനിങ്ങനെ ഒരു ദിവസം എത്തിക്കാണ്. പിന്നെ ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കളിക്കേണ്ട ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ നടന്നു പോവുക. അപ്പൊ അടുത്തൊരു വീട്ടില് കുറെ മക്കൾ കളിക്കുന്നുണ്ട്, വലിയ വലിയ മിഠായികൾ തിന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചു പോയി, പറിച്ചോനെ അത് നിലത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് പെറുക്കിയിട്ടെങ്കിലും തിന്നാലോ. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ യതീമിന്റെ വില ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നൂറ്റിച്ചില്ലാനും യതീം മക്കളെ ഞാൻ ഏറ്റെടുത്തു. പൈത മക്കള്, ചെറിയ മക്കള്, നൂറ്റിച്ചില്ലാനും യതീം മക്കളെ ഞാൻ ഏറ്റെടുത്തു. ലക്ഷക്കണക്കിന് വേണം ഒരു മാസം ഓരോ കുടുംബത്തിലും 10,000 രൂപ വെച്ച്, 10,000 രൂപ വെച്ച്, അതുപോലെ തന്നെ 5,000 രൂപ വെച്ച് ഒരുപാട് മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. എന്റെ വിജയം അതാണ്. എല്ലാവർക്കുള്ള മറുപടി ആ പെണ്ണ മക്കളെ ദുആയാണ്. കഴിഞ്ഞ ആഴ്ച എല്ലാവരും എന്നെ കാണാൻ വന്നു. നിന്റെ കുട്ടികൾ നിങ്ങൾ എത്ര മക്കളുണ്ടോ വെച്ച് ഞാൻ പറഞ്ഞു. 100 മക്കളുണ്ട്. ഇപ്പൊ ഒരു പെണ്ണു മോളെന്ന് പറയാൻ നിന്റെ മക്കൾ വളരെ സന്തോഷം. തങ്ങളെ എന്റെ മക്കളെന്ന് ഒരാളെ കാലിന്റെ ചുവട്ടിലേക്ക് പോകണ്ട. ഇതിന്റെ മക്കളൊക്കെ ഒരു വെള്ളിയാഴ്ച ദിവസം വരുമ്പോ, ഒരു ഞായറാഴ്ച ദിവസം വരുമ്പോ ഞങ്ങൾ ഇറച്ചി വാങ്ങുന്നു. അത് പോരെ നമുക്ക്. അപ്പൊ എനിക്കല്ല, എന്റെ കാവല്, എന്റെ പട്ടാളം, നൂറെ ഹബീബിന്റെ പട്ടാളം, അത് യതീം മക്കളാണ്. അത് മാത്രമല്ല, എത്ര ആളുകൾ എന്തെല്ലാം പറഞ്ഞു. എന്റെ മക്കളെ എന്റെ പുസ്തകം വീഡിയോ ഉണ്ടോ? സ്ക്രീനിൽ കാണോ? ഒരാൾ മുന്നിൽ ചെന്ന് കൈമുട്ടൽ ഗതികേടുമ്പോ ആ മക്കളാണ് നമ്മുടെ വിജയം. കണ്ടില്ലേ, 100 യതീം മക്കളുണ്ട്. വാപ്പയില്ലാത്ത യതീമാണ്. യതീമിനെ ചെറിയ മക്കളാ, 1 വയസ്സ് 8 മാസം പ്രായമുള്ള മക്കളാ. അവരാണ് നമ്മളെ വിജയം. അള്ളാഹു അവരെ കാവല് അള്ളാഹു നമുക്ക് നൽകട്ടെ. സന്തോഷം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് താലികെട്ട് തുടങ്ങാണ്. താലികെട്ടി കഴിഞ്ഞാൽ ഉടൻ ഇൻഷാ അല്ലാഹ് നിക്കാഹാണ്. അരമണിക്കൂർ കൊണ്ട് നിക്കാഹ് ചെയ്യും. ഇൻഷാ അല്ലാഹ് താലികെട്ട് തുടങ്ങാണ്. താലികെട്ടി കഴിഞ്ഞാൽ ഉടൻ ഇൻഷാ അല്ലാഹ് നിക്കാഹാണ്. പിന്നെ ഒരു വളരെ വിഷമുള്ളൊരു കാര്യം പറയാനുള്ള എന്താ അറിയോ, ഇന്നും ചോറ് തികയില്ല തോന്നുന്നുണ്ട്. മജ്‌ലിസ് ഞങ്ങള് മൗലൂദ് തുടങ്ങിയ കേട്ടോ. കാരണം എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിക്കാണല്ലോ. ഞങ്ങൾ ആദ്യം രാവിലെ മജ്‌ലിസ് മൗലൂദ് കൂടിയിട്ടാണ് നമ്മുടെ ബർക്കത്തിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് മക്കളെ താലികെട്ട് താക്ക പൂജിച്ചു കഴിഞ്ഞു. താലി കെട്ടിയാൽ മതി, ഒരു കെട്ടിട്ട് കാത്തു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്